ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് മോഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യാം. മോഡ്യൂൾ 3ൽ നമ്മുടെ സിലബസ് പ്രകാരം 8086 ഇൻട്രൊഡക്ഷനാണ്. ദെൻ 8086 ഡിഫറെൻറ്റ് പ്രോസസ്സുമായിട്ടുള്ള കമ്പാരിസൺ വരുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ എന്നേ പറയുന്നുള്ളൂ എങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഫീച്ചേഴ്സ് പഠിക്കണം. ദെൻ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് ആൻഡ് ഫിസിക്കൽ അഡ്രസ് ജനറേഷൻ, അത് ഓൾറെഡി യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട്, അതുകൂടി നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ 8086 എന്ന് പറയുന്നത് അപ്ഗ്രേഡഡ് വെർഷൻ ഓഫ് 8085 മൈക്രോ പ്രോസസ്സർ. ദിസ് എ ഫസ്റ്റ് 16-bit മൈക്രോ പ്രോസസ്സർ റിലീസ്ഡ് ബൈ ഇൻറ്റൽ. ഇതൊരു 40-pin IC ആണ്. ഇറ്റ് നീഡ് എക്സ്റ്റേണൽ ക്ലോക്ക് ജനറേറ്റർ. ദെൻ 8085-ന് 16-bit അഡ്രസ് ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ ദിസ് 8086 ഹാസ് 20-bit അഡ്രസ് ടു ആക്സസ് എക്സ്റ്റേണൽ മെമ്മറി. സോ 20-bit എന്ന് പറയുമ്പോൾ 2⁻20 1 MB മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫോർ ആക്സസിങ് എക്സ്റ്റേണൽ ഡിവൈസസ്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ്, ദ മൈക്രോപ്രോസസർ 8086 യൂസസ് എ സെപ്പറേറ്റ് 16-bit അഡ്രസ്സസ്. അതായത് 2⁻16 ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് അഡ്രസ് ലൈൻസ് ക്യാൻ ബി ജനറേറ്റഡ്. ദെൻ ഇറ്റ് ഹാസ് യുണീക്ക് പൈപ്പ്ലൈൻഡ് ആർക്കിടെക്ചർ. അപ്പോൾ എന്താണ് പൈപ്പ്ലൈൻഡ് ആർക്കിടെക്ചർ? In pipeline architecture, the processor will have a number of functional units and the execution time of functional units are overlapped. അതായത് some sort of parallel processing. അതേപോലെ it can operate in 2 different modes. First one is minimum mode. Then second one is maximum mode. ഇനി ഈ ഒരു മോഡ് ഡിസൈഡ് ചെയ്യുന്നത് MN bar, MX bar എന്ന് പറയുന്ന ഒരു പിന്നുണ്ട്. അപ്പം അതിൽ ഹൈ ആണെന്നുണ്ടെങ്കിൽ, സിഗ്നൽ ഹൈ ആണെന്നുണ്ടെങ്കിൽ അത് മിനിമം മോഡിലായിരിക്കും. ലോ ആണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം മോഡിലായിരിക്കും. സോ അതേപോലെ ഇൻ മാക്സിമം മോഡ് 8086 ക്യാൻ വർക്ക് അലോങ് വിത്ത് അതർ കോ പ്രോസസ്സേഴ്സ്. ഇപ്പോൾ ഒരു ബോർഡിൽ 8086 കൂടാതെ ഡിഫറെൻറ്റ് മൈക്രോ പ്രോസസ്സേഴ്സ് വരാം. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ 8086-ന് മറ്റുള്ള കോ പ്രോസസ്സേഴ്സുമായിട്ട് സിങ്ക് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 8086 ക്യാൻ ചൂസ് ദ മാക്സിമം മോഡ്. അതേപോലെ സിഗ്നൽസിനെ 3 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്: കോമൺ സിഗ്നൽസ്, മിനിമം മോഡ് സിഗ്നൽസ് ആൻഡ് മാക്സിമം മോഡ് സിഗ്നൽസ്. നെക്സ്റ്റ് അതിൻ്റെ ആർക്കിടെക്ചർ നോക്കാം. സോ അത് പൈപ്പ് ലൈൻഡ് ആർക്കിടെക്ചർ ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഫങ്ഷണൽ യൂണിറ്റ്സ് ഇൻഡിപെൻഡൻ്റ്ലി ആണ് മോസ്റ്റ് ഓഫ് ദ ടൈം വർക്ക് ചെയ്യുന്നത്. ദെൻ ഇത് ഇൻറ്റേർണലി 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 2 ഫങ്ഷണൽ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബസ് ഇൻ്റർഫേസ് യൂണിറ്റ്, that is BIU. Another one is execution unit or EU. ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് ആണ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നതും അതേപോലെ ഡേറ്റ റീഡ് ചെയ്യുന്നത് ഫ്രം ദ മെമ്മറി ആൻഡ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് പോർട്സ്. ഡേറ്റ റൈറ്റും ചെയ്യും ടു ദ മെമ്മറി ആസ് വെൽ ആസ് ടു ദ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് പോർട്സ്. BIU യൂണിറ്റ്സിൽ വരുന്ന ബ്ലോക്സുകളാണ് സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ്, ദെൻ ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ, ദെൻ ഇൻസ്ട്രക്ഷൻ ക്യൂ, അതേപോലെ മെയിൻ തിങ് അഡ്രസ് ജനറേഷൻ യൂണിറ്റ് ആൻഡ് ബസ് കൺട്രോൾ യൂണിറ്റ്. ദെൻ എക്സിക്യൂഷൻ യൂണിറ്റ് എന്താ ചെയ്യുന്നത്? ഇറ്റ് എക്സിക്യൂട്ട്സ് ദ ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഹാവ് ഓൾറെഡി ഫെച്ച്ഡ് ബൈ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ്. ബസ് ഇൻ്റർഫേസ് യൂണിറ്റും എക്സിക്യൂഷൻ യൂണിറ്റും ഇൻഡിപെൻഡൻ്റ്ലി ആണ് വർക്ക് ചെയ്യുന്നത്. ബസ് ഇൻ്റർഫേസ് യൂണിറ്റാണ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നത്, ഇൻസ്ട്രക്ഷൻ കോഡ് ഫെച്ച് ചെയ്യുന്നത് ഫ്രം ദ മെമ്മറി ആൻഡ് ഇറ്റ് സ്റ്റോഴ്സ് ഇൻ ദ ക്യൂ. ക്യൂ എന്ന് പറയുന്നത് അവിടെ FIFO ആണ്, അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഗ്രൂപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ആണ്. സൈസ് ഓഫ് ക്യൂ എന്ന് പറയുന്നത് ഇവിടെ 6 bytes ആണ്. അതായത് അറ്റ് എ ടൈം ഇറ്റ് ക്യാൻ സ്റ്റോർ 6 bytes. പ്രത്യേകം ശ്രദ്ധിക്കുക, ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് ആണ് മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ കോഡ്സ് ഫെച്ച് ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷൻ കോഡ്സ് ഫെച്ച് ചെയ്ത് ഇൻസ്ട്രക്ഷൻ ക്യൂവിൽ സേവ് ചെയ്യും. ദെൻ എക്സിക്യൂഷൻ യൂണിറ്റ് 1 by 1 ആയിട്ട് ഓരോ ഇൻസ്ട്രക്ഷനും ഫെച്ച് ചെയ്യും ഫ്രം ദിസ് ഇൻസ്ട്രക്ഷൻ ക്യൂ. ദെൻ എക്സിക്യൂഷൻ യൂണിറ്റിന് 8 numbers ഓഫ് 16-bit ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. AX, ദെൻ BX, CX, ദെൻ DX, SP, BP, SI ആൻഡ് DI. ഇതിൽ കുറച്ച് 16-bit രജിസ്റ്റേഴ്സിന് 2 8-bit രജിസ്റ്റേഴ്സ് ആയിട്ടും വർക്ക് ചെയ്യാം. അതായത് അവിടെ AX, AHും ALും 2 8-bit രജിസ്റ്റേഴ്സ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. അതേപോലെ BXന് there will be BH and BL registers.
ദെൻ സി എച്ച് ആയിട്ടും CL ആയിട്ടും ആക്ട് ചെയ്യാം ടു 8-bit രജിസ്റ്റേഴ്സ്. ദെൻ അതേപോലെ DX, ദറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ്ലി DHും DL ആയിട്ടും വർക്ക് ചെയ്യാം. ദെൻ ഇത്തരം രജിസ്റ്റേഴ്സിൻ്റെ സ്പെഷ്യൽ ഫങ്ഷൻസ് കൂടി നോക്കാം. AX എന്ന് പറയുന്ന ഒരു 16-bit രജിസ്റ്ററാണ്. അത് 16-bit അക്യുമുലേറ്റർ ആയിട്ടും ആക്ട് ചെയ്യും. അതായത് ഇറ്റ് സ്റ്റോഴ്സ് ദ 16-bit റിസൾട്ട്സ് ഓഫ് സർട്ടൻ അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. ദെൻ BX അതും 16-bit രജിസ്റ്ററാണ്. ഓൾസോ യൂസ് ടു ഹോൾഡ് ദ ബേസ് അഡ്രസ് വാല്യൂ ഡ്യൂറിങ് ദ ബേസ് അഡ്രസ്സിംഗ് മോഡ്. ദെൻ CX 16-bit രജിസ്റ്ററാണ്. ഓൾസോ യൂസ് ടു ഹോൾഡ് the count value in shift, rotate and loop instructions. Then DX used to hold data for multiplication and division operations. Then SP stack pointer എന്നാണ്. Offset address of top of the stack ആണ് പോയിൻ്റ് ചെയ്യുന്നത്. Then base pointer BP, that is the pointer register used to access data from stack. Then SI and DI source index and destination index എന്നാണ്. It is used to hold the index value of source and destination operand for the string operations. Offset address എന്താണ് അതൊക്കെ ഞാൻ പിന്നീട് പറയും. നെക്സ്റ്റ് മെമ്മറി സെഗ്മെൻറ്റേഷൻ നോക്കാം. 8086 ഹാസ് എ കൺസെപ്റ്റ് ഓഫ് മെമ്മറി സെഗ്മെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ 8086ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറി എന്ന് പറയുന്നത് 2/20 ആണ്. അതായത് 1 MB ആണ്. ദെൻ ഈ മെമ്മറി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആയിട്ട്, അതായത് ഡിവൈഡഡ് ഇൻ ടു സ്മോളർ പാർട്സ്, ദാറ്റ് ഈസ് കോൾഡ് സെഗ്മെൻറ്റ്സ്. ആ ഒരു ഫിഗർ ചെക്ക് ചെയ്യുക. ഇതൊരു മെമ്മറി സെഗ്മെൻറ്റേഷനാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. മെമ്മറി ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സെഗ്മെൻറ്റിനും സ്റ്റാർട്ടിങ് അഡ്രസ്സും ഉണ്ടാവും, എൻഡ് അഡ്രസ്സും ഉണ്ടാവും. ആ ഒരു സ്റ്റാർട്ടിങ് അഡ്രസ്സിനെയാണ് ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസിക്കലി യൂസ് ടു എൻഹാൻസ് ദ സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് ദ സിസ്റ്റം. അതുകൊണ്ടാണ് അതിനെ സെഗ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഫെച്ച് ചെയ്യാനും റൈറ്റ് ചെയ്യാനും വളരെ ഈസിയാണ്. ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്, ആ ഒരു സെഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് പ്രീ ഡിഫൈൻഡ് ആയിരിക്കും. ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അവിടെ 4 സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കോഡ് സെഗ്മെൻറ്റ്, അതായത് കോഡ്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സിക്യൂട്ടബിൾ പ്രോഗ്രാംസ് ഇവിടെ ആയിരിക്കും സേവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുന്നത്. ദെൻ ഒന്നുകൂടി പറയാം, ഓർമ്മിപ്പിക്കാം. ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് ആണ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നത്. 1 by 1 ആയിട്ട് ഫെച്ച് ചെയ്ത് എവിടെയാണ് സേവ് ചെയ്യുന്നത്? ഇൻസ്ട്രക്ഷൻ ക്യൂവിൽ. ദെൻ തിരിച്ചു വരാം. ഇവിടെ ഡേറ്റ സെഗ്മെൻറ്റ്. ഡേറ്റ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ പേര് തന്നെ ഉണ്ട്, where the data is saved. അപ്പോൾ മൈക്രോ പ്രോസസ്സറിന് ഡേറ്റ ഫെച്ച് ചെയ്യാനും പറ്റും, അതായത് റീഡ് ചെയ്യാനും പറ്റും, റൈറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഡേറ്റ സേവ് ചെയ്യുന്നത് ഈ ഒരു ഡേറ്റ സെഗ്മെൻറ്റിലാണ്. ദെൻ എക്സ്ട്രാ സെഗ്മെൻറ്റ്, ഇതും മറ്റൊരു ഡേറ്റ സെഗ്മെൻറ്റാണ്. സ്ട്രിങ് റിലേറ്റഡ് ഓപ്പറേഷൻസ് നടക്കുമ്പോൾ ഡേറ്റ സേവ് ചെയ്യുന്നത് ഈ ഒരു എക്സ്ട്രാ സെഗ്മെൻറ്റിലാണ്. ദെൻ സ്റ്റാക്ക് സെഗ്മെൻറ്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ സ്റ്റാക്ക് റിലേറ്റഡ് ഡേറ്റ. ദെൻ ഈച്ച് ഓഫ് ദീസ് 4 സെഗ്മെൻറ്റ്സ് 64 KB വൈഡ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ടോട്ടൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന എക്സ്റ്റേണൽ മെമ്മറി എന്ന് പറയുന്നത് 1 MB ആണ്. അതിൽ സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 4 സെഗ്മെൻറ്റ്സ് ആണ്. കോഡ് സെഗ്മെൻറ്റ്, ഡേറ്റ സെഗ്മെൻറ്റ്, എക്സ്ട്രാ സെഗ്മെൻറ്റ്, സ്റ്റാക്ക് സെഗ്മെൻറ്റ്. ഓരോ സെഗ്മെൻറ്റും 64 KB ആണ് വൈഡ്. അപ്പോൾ തന്നെ എത്രത്തോളം കവർ ചെയ്യുന്നുണ്ട്? 64 KB മൾട്ടിപ്ലൈഡ് വിത്ത് 4 സെഗ്മെൻറ്റ്സ്. ഓക്കെ, അവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഓരോ സെഗ്മെൻറ്റിനും സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അതേപോലെ എൻഡ് അഡ്രസ്സും ഉണ്ട്. ഇതിൽ സ്റ്റാർട്ടിങ് അഡ്രസ്സും എൻഡ് അഡ്രസ്സും നോക്കിക്കഴിഞ്ഞാൽ ഹയർ നിബിൾ വാല്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് ഇവിടെ തന്നെ നോക്കുക, ഇവിടെ ഹയർ നിബിൾ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെയാണ് സെഗ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ സെഗ്മെൻറ്റ്സിൻ്റെയും ഹയർ നിബിൾ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നില്ല. സോ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് കണ്ടെയ്ൻസ് 4 16-bit സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. അതാണ് ഈ പറയുന്ന സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ്. ഇപ്പോൾ കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്റർ എന്താണ്? ഇറ്റ് ഹോൾഡ്സ് ദ അപ്പർ 16 bits ഓഫ് ദ സ്റ്റാർട്ടിങ് അഡ്രസ് ഓഫ് ദ കോഡ് സെഗ്മെൻറ്റ്. അപ്പോൾ കോഡ് സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് എന്ന് പറയുന്നത് അത് 20 bits ആണ്. അതിൽ അപ്പർ 16 bits, ഹയർ 16 bits ആണ് കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ സേവ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെക്ക് ചെയ്യുക. ഈ ഒരു സ്റ്റാർട്ടിങ് അഡ്രസ്സിൻ്റെ അപ്പർ 16 bits ആണ് കോഡ് സെഗ്മെൻറ്റിൽ സേവ് ചെയ്തിരിക്കുന്നത്. ദെൻ ഡേറ്റ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് അതെങ്ങനെയായിരിക്കും? അപ്പോൾ
It holds the upper 16 bits of the starting address of the data segment. Then അതേപോലെ extra segment register. It holds the upper 16 bits of the starting address of the extra segment. Then stack segment register holds the upper 16 bits of the starting address of the stack segment. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ 4 സെഗ്മെൻറ്റ്സും 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ്. 16 ബിറ്റ് അഡ്രസ് വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഓരോ സെഗ്മെൻറ്റേയും സ്റ്റാർട്ടിംഗ് അഡ്രസ്സിൻ്റെ 16 ബിറ്റ്സ്, അപ്പർ 16 ബിറ്റ്സ് ആയിരിക്കും സേവ് ചെയ്യുന്നത്. ഓക്കെ, അഡ്രസ് ജനറേഷനിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് physical address generation in 8086 microprocessor. So 8086 has 20-bit address lines. That means the maximum value of the address that can be addressed by the processor is 2 raised to 20, that is 1 MB. എക്സ്റ്റേണൽ മെമ്മറിയിൽ നിന്ന് ഒരു ഡേറ്റ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് 20-bit അഡ്രസ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ദ കംപ്ലീറ്റ് ഫിസിക്കൽ അഡ്രസ് ഓഫ് 20 bits ഈസ് ജനറേറ്റഡ് യൂസിങ് സെഗ്മെൻറ്റ് ആൻഡ് ഓഫ്സെറ്റ് രജിസ്റ്റേഴ്സ്. നമ്മൾ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് പറഞ്ഞു. ഇനി എന്താണ് ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് നോക്കാം. അപ്പോൾ ഓഫ്സെറ്റ് അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്ന രജിസ്റ്റേഴ്സാണ് ഓഫ്സെറ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ആ പഴയ ഫിഗറിലോട്ട് ഒന്നുകൂടി തിരിച്ചു പോകാം. മെമ്മറി സെഗ്മെൻറ്റേഷനാണ്. അതിൽ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് ഹാസ് ദ ബേസ് ഓർ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദ മെമ്മറി സെഗ്മെൻറ്റ്. സ്റ്റാർട്ടിംഗ് അഡ്രസ്സിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റാർട്ടിംഗ് അഡ്രസ്സിലെ ഹയർ 16 ബിറ്റ്സ്, അപ്പർ 16 ബിറ്റ്സ് ആണ് ഈ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സിലുണ്ടാവുക. നമ്മൾ ആ ഒരു മെമ്മറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹയർ നിബിൾ, ഇവിടെ ഹയർ നിബിൾ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യത്തില്ല. ഓക്കെ, ആ ലോവർ വാല്യൂസ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. ലോവർ വാല്യൂസ് എന്ന് പറയുന്നത് 0000 തൊട്ട് FF വരെ ചേഞ്ചസ് വരാം. ഹയർ നിബിൾ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യത്തില്ല. ഓരോ സെഗ്മെൻറ്റും വൈഡ് എന്ന് പറയുന്നത്, അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 64 KB ആണ്. ഓക്കെ, അപ്പോൾ ഹയർ നിബിൾ ഉണ്ടാവും, ദെൻ ലോവർ വാല്യൂസ്, അതായത് 0000 തൊട്ട് FF വരെ ചേഞ്ചസ് വരാം. ഓരോ മെമ്മറി ലൊക്കേഷൻ അനുസരിച്ച് ചേഞ്ചസ് വരാം. അപ്പോൾ ആ ലോവർ വാല്യൂസ് ആണ് ഓഫ്സെറ്റ് വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓഫ്സെറ്റ് അഡ്രസ് ഓർ എഫക്റ്റീവ് അഡ്രസ്. ഈ ഒരു എഫക്റ്റീവ് അഡ്രസ് സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്റേഴ്സിനെയാണ് ഓഫ്സെറ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സെഗ്മെൻറ്റ് രജിസ്റ്ററും ഓഫ്സെറ്റ് രജിസ്റ്ററും 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ മൈക്രോ പ്രോസസ്സർ എങ്ങനെയാണ് ഇക്വലന്റ് 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അവിടെ സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിൻ്റെ അപ്പർ 16 ബിറ്റ്സ് സെഗ്മെൻറ്റ് രജിസ്റ്ററിലാണ് സേവ് ചെയ്യുന്നത്. മൈക്രോ പ്രോസസ്സർ അതെടുത്ത് ലെഫ്റ്റിലോട്ട് 4 ബിറ്റ്സ് ഷിഫ്റ്റ് ചെയ്യും. ലെഫ്റ്റിലോട്ട് 4 ബിറ്റ്സ് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്തിന് ഇക്വലൻ്റ് ആണ്? 4 ബിറ്റ്സ് ഓഫ് സീറോസ് റൈറ്റിൽ ആഡ് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണ്. കാര്യം എന്താണ്? ലെഫ്റ്റിലോട്ട് 4 ബിറ്റ്സ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ 4 ബിറ്റ്സ് ഓഫ് സീറോസ് പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂടെ ഓഫ്സെറ്റ് വാല്യൂ കൂടി ആഡ് ചെയ്യും. അപ്പോൾ ഓഫ്സെറ്റ് അഡ്രസ്സ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ മൈക്രോ പ്രോസസർ വിൽ ഗെറ്റ് 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ്. അവിടെ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം, അപ്പോൾ ക്ലിയർ ആവും. ഡേറ്റ സെഗ്മെൻറ്റ് സ്റ്റാർട്ടിംഗ് അഡ്രസ് 10000 ഹെക്സ് ആണെന്ന് വയ്ക്കുക. അപ്പോൾ ഡേറ്റ സെഗ്മെൻറ്റ് ഹോൾഡ്സ് ദ അപ്പർ 16 ബിറ്റ്സ് ഓഫ് ദ സ്റ്റാർട്ടിംഗ് അഡ്രസ്, അതായത് 1000 ഹെക്സ്. ദെൻ ദ ഡേറ്റ യു നീഡ് ഈസ് പ്രസൻറ്റ് ഇൻ 10020 ഹെക്സ്. ആ ഒരു മെമ്മറി ലൊക്കേഷനാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോവർ അഡ്രസ് എന്ന് പറയുന്നത്, ലോവർ 16 ബിറ്റ്സ് എന്ന് പറയുന്നത് ഓഫ്സെറ്റ് ആണ്, ദാറ്റ് ഈസ് 0020 ഹെക്സ്. അപ്പോൾ ഡേറ്റ സെഗ്മെൻറ്റിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 1000 ഹെക്സ് ആണ്. ഓഫ്സെറ്റ് വാല്യൂ എന്ന് പറയുന്നത് 0020 ഹെക്സ് ആണ്. ഇനി എങ്ങനെയാണ് ഇക്വലൻറ്റ് 20 ബിറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അവിടെ ബൈനറിയിലാണ് കാണിച്ചിരിക്കുന്നത് വാല്യൂ. 1000 ഹെക്സ് എന്നുള്ളത് ഇക്വലൻറ്റ് ബൈനറി ഫോമിൽ എഴുതി. അപ്പോൾ മൈക്രോ പ്രോസസർ എന്താ ചെയ്യുന്നത്? ലെഫ്റ്റ് ഷിഫ്റ്റ് ദ 16 ബിറ്റ് അഡ്രസ് പ്രസൻറ്റ് ഇൻ ദ സെഗ്മെൻറ്റ് രജിസ്റ്റർ ബൈ 4 ബിറ്റ്സ്. 4 ബിറ്റ്സ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, റൈറ്റിൽ 4 സീറോസ് അപ്പൻഡ് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണ്. ദെൻ അതിൻ്റെ കൂടെ എന്തുകൂടി ആഡ് ചെയ്യും? താഴെ തന്നിരിക്കുന്നത് ഓഫ്സെറ്റ് അഡ്രസ്സാണ്. ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്
0020 ഹെക്സിൻ്റെ ഇക്വലൻറ്റ് 16 ബിറ്റ്സ് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 10020 ഹെക്സ് ആണ്. ഈ ഒരു ബൈനറിയുടെ ഇക്വലൻ്റ് ആണ് 10020 ഹെക്സ്. ഇതെന്ന് പറയുന്നത് 20 ബിറ്റ്സ് ആണ്. ഇതാണ് ഫിസിക്കൽ അഡ്രസ്സ്. ദാറ്റ് ഇസ് എക്സാക്റ്റ് മെമ്മറി അഡ്രസ്സ്. അതിനെയാണ് ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആ ഒരു ടേബിൾ കൂടി ചെക്ക് ചെയ്യുക. നമ്മൾ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ വരുന്നത് സെഗ്മെൻറ്റ്സിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിൻ്റെ അപ്പർ 16 ബിറ്റ്സ് ആണ് സേവ് ചെയ്തിരിക്കുന്നത്. ഇനി ഓഫ്സെറ്റ് രജിസ്റ്ററിൽ എന്താ? ഓഫ്സെറ്റ് വാല്യൂ ആണ് വരുന്നത്. ദാറ്റ് ഇസ് എ എഫക്റ്റീവ് അഡ്രസ്സ്. ഓരോ സെഗ്മെൻറ്റ് രജിസ്റ്ററിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓഫ്സെറ്റ് രജിസ്റ്റേഴ്സ് അവിടെ കാണിച്ചിട്ടുണ്ട്. അതുകൂടി നോട്ട് ചെയ്യാം. ഒരു എക്സാമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് ഫെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോഡ് സെഗ്മെൻറ്റിലാണ് ഇൻസ്ട്രക്ഷൻസ് സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് അഡ്രസ്സ് എവിടെയാണ് വരുന്നത്? കോഡ് സെഗ്മെൻറ്റിലായിരിക്കും. ദെൻ IP എന്ന് പറയുന്നത് ഓഫ്സെറ്റ് രജിസ്റ്ററാണ്, ഇൻസ്ട്രക്ഷൻ പോയിൻ്ററാണ്. ഇൻസ്ട്രക്ഷൻ എവിടെയാണെന്നുള്ളത് പോയിൻ്റ് ചെയ്തിരിക്കുന്ന എഫക്റ്റീവ് അഡ്രസ്സ്, ദാറ്റ് ഇസ് ഓഫ്സെറ്റ് വാല്യൂ വരുന്നത് ഇൻസ്ട്രക്ഷൻ പോയിൻ്റിലാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി സെഗ്മെൻറ്റ് രജിസ്റ്ററിലുള്ള വാല്യൂവും അതിനെ ഷിഫ്റ്റ് ചെയ്ത് ഓഫ്സെറ്റ് രജിസ്റ്ററിലുള്ള വാല്യൂ കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഫിസിക്കൽ അഡ്രസ്സ് കിട്ടുക, എക്സാക്റ്റ് ഫിസിക്കൽ അഡ്രസ്സ് കിട്ടുക. ഓക്കെ, 8086ൻ്റെ ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്യുക. പിൻ ഡയഗ്രാം എല്ലാ പിൻസും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇൻട്രൊഡക്ഷൻ എന്നേ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ പിൻസും ഡീറ്റെയിൽസ് പറയുന്നില്ല. 8085 വരുന്ന പോലെ എക്സാക്റ്റ് സെയിം ഓപ്പറേഷൻസ് വരുന്ന പിൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് നോട്ട് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ 8086ഉം അതുപോലുള്ള മറ്റ് ഇൻ്റൽ മൈക്രോ പ്രോസസ്സേഴ്സുമായിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ.